ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ടൂറിസം രംഗത്ത് എന്നും നിറഞ്ഞു നിൽക്കുന്ന കോഴിക്കോടിന്റെ ഖ്യാതിക്ക് പൊൻതൂവൽ ചാർത്താൻ കൊയിലാണ്ടി MLA കെ ദാസന്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതി ഒരുങ്ങുന്നു. ബീച്ച് ടൂറിസത്തിന്റെയും ചരിത്ര പൈതൃകത്തിന്റെയും സാധ്യതകൾ ഉൾപ്പെടുത്തിയാണ് DTPCയുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അഴിമതി വിരുദ്ധ ജനകീയ സമരപന്തൽ ആക്രമിച്ച കേസിൽ 4 DYFI പ്രവർത്തകർ പോലീസിൽ കീഴടങ്ങി. ടൂറിസം രംഗത്ത് കൊയിലാണ്ടി കുതിപ്പിലേക്ക്. ബീച്ച് ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി കെ ദാസൻ MLA. കുടിവെള്ളം നിഷേധിച്ച അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ റോഡിൽ കുടം നിരത്തി വീട്ടമ്മമാർ പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ കമ്മിറ്റി നടത്തിയ ജനകീയ സമരപന്തൽ ആക്രമിച്ച കേസിലെ 4 DYFI നേതാക്കൾ പോലീസിൽ കീഴടങ്ങി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇവർ ചൊവ്വാഴ്ച രാവിലെ ടൗൺ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ആക്രമണത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. അഴിമതി വിരുദ്ധ സമരപന്തൽ ആക്രമിച്ച കേസിലെ പ്രതികളായ 4 DYFI നേതാക്കൾ പോലീസിൽ കീഴടങ്ങി. കേസിലെ 1-ാം പ്രതിയും DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ M. വരുൺ ഭാസ്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് CM ജംഷീർ, KB പ്രമോദ്, NB ഷാഫി എന്നിവരാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മുൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയറും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M. ഭാസ്കറിന്റെ മകനാണ് വരുൺ ഭാസ്കർ. ഭാസ്കരൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന കാലത്താണ് അക്രമമുണ്ടായത്. ഇവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നേതാക്കൾ കീഴടങ്ങിയത്. വരുൺ ഭാസ്കറിനെതിരെ 47-ഉം ജംഷീറിനെതിരെ 29-ഉം പ്രമോദിനെതിരെ 8-ഉം കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ കമ്മിറ്റി നടത്തിയ ജനകീയ സമരത്തിന്റെ പന്തൽ ജൂൺ 30-ന് ആക്രമിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ആക്രമണത്തിൽ സമരപന്തലിലുണ്ടായിരുന്ന BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. വരുൺ ഭാസ്കർ അടക്കമുള്ളവരെ പിന്നീട് പിടികൂടിയെങ്കിലും വാഹനത്തിൽ നിന്ന് ഇവർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം ഇവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നുവെന്ന ആരോപണമുയർന്നു. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGP ഉത്തരവിട്ടിരുന്നു. ഇതനുസരിച്ച് കണ്ണൂർ റേഞ്ച് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ടൂറിസം വിപണന സാധ്യതകൾ മുന്നിൽ കണ്ട് കൊയിലാണ്ടി MLA കെ ദാസന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കുന്നു. ബീച്ച് ഡ്രൈവ് ഉൾപ്പെടെയുള്ള വൻ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി DTPC ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കൊയിലാണ്ടി മണ്ഡലത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും വിനോദസഞ്ചാര മേഖലകളെയും കോർത്തിണക്കിയാണ് ടൂറിസം വികസന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കെ ദാസൻ MLAയുടെ നേതൃത്വത്തിൽ DTPC ഉദ്യോഗസ്ഥർ പ്രദേശങ്ങൾ സന്ദർശിച്ചു. മൂടാടി ഉരുപുണ്യക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കടപ്പുറം, ബീച്ച് ഡ്രൈവിംഗിന് അനുയോജ്യമായ തിക്കോടി കല്ലകത്ത് ബീച്ച്, കളല്ലൂർ ലൈറ്റ് ഹൌസ് എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. പദ്ധതിയെക്കുറിച്ച് കെ ദാസൻ MLA. ഇതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു സർക്യൂട്ട് ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടി DTPC ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആർക്കിടെക്ടറെ അതിന് ചുമതലപ്പെടുന്നത് ശ്രീ റഷീദ് അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ട ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുവന്ന് ഇതിനാവശ്യമായ രീതിയിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. തീർച്ചയായും നല്ലൊരു പദ്ധതിയായി, ലാഭകരമായുള്ള പദ്ധതിയായി, ടൂറിസം വിപണനം നടത്താൻ കഴിയുന്ന രീതിയിൽ
ഇതിനെ കൊണ്ടുവരാനും കൂടുതൽ വരുമാനം കേരളത്തിന് കിട്ടാവുന്ന രീതിയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക്. DTPC സെക്രട്ടറി രാജീവൻ, എംപാനൽ ആർക്കിടെക്ട് PC റഷീദ് എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കോട്ടക്കൽ കടപ്പുറത്തു നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള ആമ വളർത്തു കേന്ദ്രം, കാപ്പാട് ടൂറിസം മേഖല, കൊല്ലം പാറപ്പള്ളി, പിഷാരികാവ്, ഇരുപുണ്യകാവ് ക്ഷേത്രം, തിക്കോടി ബീച്ച്, നെല്ലിയാടി ലൈറ്റ് ഹൌസ്, തുരുത്ത്, കണയങ്കോട് ഹൌസ് ബോട്ട്, മത്സ്യകൃഷി എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പദ്ധതി. കുടിവെള്ളം നിഷേധിച്ച അധികൃതർക്കെതിരെയുള്ള താക്കീതുമായി വീട്ടമ്മമാർ കുടമുപയോഗിച്ച് റോഡ് ഉപരോധിച്ചു. റോഡ് പണിയുടെ പേരിൽ 2.5 വർഷം മുൻപ് മുറിച്ചുമാറ്റിയ പൈപ്പ് റോഡ് പണി കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാത്ത നടപടിയിലാണ് BJP നേതൃത്വത്തിൽ പുതിയാപ്പയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഞങ്ങൾ ഏത് വാതിൽ പോയി മുട്ടണം? പുതിയപ്പ താഴത്തുപീടിക പ്രദേശത്തുകാർക്ക് കുടിവെള്ളം ലഭിച്ചിട്ട് 2.5 വർഷമായി. 100 മീറ്റർ അകലെ വരെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുണ്ട്. അത് ഇവിടേക്ക് നീട്ടാൻ അധികൃതർ കനിയുന്നില്ല. പ്രതിഷേധം അവസാനം തെരുവിലെത്തി. വീട്ടമ്മമാർ കുടം റോഡിൽ നിരത്തി തീരദേശ റോഡ് ഉപരോധിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവരുടെ കുടിവെള്ളം വരുന്ന പൈപ്പ് മുറിച്ചു മാറ്റിയത്. റോഡ് പണി പൂർത്തിയായെങ്കിലും പൈപ്പ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇതു സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി, കോർപ്പറേഷൻ അധികാരികൾ, കൌൺസിലർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇത് ഈ റോഡിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിലവിൽ പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് ബ്ലോക്കായി പോയതാണ്. അപ്പം അത് ജനങ്ങളുടെ കുറ്റമല്ല, അത് റോഡ് പണി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമാണ്. അപ്പം അത് ആയ സമയത്ത് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നിരവധി തവണ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം 2.5 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ്. അതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ അധികൃതരെയും പോയി കണ്ടു. ഇവിടുത്തെ കൗൺസിലർമാരും മറ്റേ MLAമാർ, MP എല്ലാവരെയും കണ്ടു. ഇവരൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ ശരിയാവുമെന്ന് പറയുന്നല്ലാതെ കാര്യങ്ങൾ ശരിയാവുന്നില്ല. കഴിഞ്ഞ 2 മാസമായി BJP നേതൃത്വത്തിലാണ് ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. BJP പുതിയാപ്പ മേഖലാ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, PK ഗണേശൻ, K വസന്തൻ, P ജനാർദ്ദനൻ, ശശികുമാർ, P പീതാംബരൻ, N പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ഫാഷനബിളായി പർദ്ദ വിപണിയും. റമദാനിൽ സ്ത്രീകളുടെ മൊഞ്ചു കൂട്ടാൻ കല്ലുകളും മുത്തുകളും മാത്രമല്ല മനോഹരമായ മറ്റ് ഡിസൈനുകളിലും വ്യത്യസ്ത നിറങ്ങളിലുമാണ് പർദ്ദക്കൂട്ടം വിപണിയിലെത്തിയിരിക്കുന്നത്. നൈനു സരുമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൂടുതൽ ഫാഷനബിൾ ആണ് ഇപ്രാവശ്യത്തെ റമദാനിലെ പർദ്ദ വിപണി. കല്ലുകളും മുത്തുകളിലും മാത്രം ഒതുങ്ങാതെ മനോഹരമായ ഡിസൈനുകളിലാണ് പർദ്ദകൾ വിപണിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. കറുപ്പ് നിറത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന പർദ്ദകൾ പല നിറങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നത് വിപണിയെ വ്യത്യസ്തമാക്കുകയാണ്. അറേബ്യൻ സ്റ്റൈലാണ് മിക്ക പർദ്ദകളിലും. നിറയെ ചിറകുകളുള്ളതും നോട്ടത്തിൽ വലുപ്പം തോന്നിക്കുന്നതും എന്നാൽ ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് പർദ്ദകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുരയ്യ, ഫഹജ, അലീഫ എന്നിവയാണ് റമദാൻ സ്പെഷ്യലായി എത്തിയിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം സുബൈദ, ടെക്രിഷ് കോട്സ്, ഇസോഫിഷാൻ, അഫ്രീൻ, സനം, മെഹറിയാൻ, അലീഷ, ഉലൈമ തുടങ്ങി നിരവധി ഡിസൈനർ പർദ്ദകളും റമദാനിൽ വിപണിയിലെത്തിയിട്ടുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ് ഇവയുടെ ആവശ്യക്കാർ. വിലയാണെങ്കിൽ 2000-ൽ തുടങ്ങി 3000, 4000 എന്നിങ്ങനെ നീളുന്നു. ഇത്തരം പർദ്ദകൾക്കൊപ്പം മുതിർന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആഡംബരമല്ലാത്ത രീതിയിൽ കറുപ്പ് നിറത്തിൽ മാത്രം ഡിസൈൻ ചെയ്ത പർദ്ദകളും വിപണിയിൽ സജീവമാണ്. കൂടുതൽ ആഡംബരമാവാതെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പർദ്ദകൾക്കാണ് ആവശ്യക്കാർ ഏറെയുമെന്ന് കോഴിക്കോട് ബീച്ച് റോഡിലെ മെഹർ പർദ്ദ ഷോറൂം ഉടമ റൂബി മുഹമ്മദ് പറയുന്നു. അതായത് മെഹറിൽ വരുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് ഫാബ്രിക്, അതായത് നമ്മൾ പറയുന്ന സ്പെഷ്യൽ ഫാബ്രിക്, അത് വന്നിട്ട് ടോട്ടലി വാട്ടർ അബ്സോർബൻ്റ് ആണ്, സ്വെറ്റ് അബ്സോർബൻ്റ് ആണ്. അപ്പം ചൂടെടുക്കില്ല, ഫ്രീ ഫ്ലോയിങ് ആണ്. അപ്പം നമ്മൾ ഏത് രീതിയിലാണോ ധരിക്കുന്നത് അതേ രീതിയിൽ ബോഡിയോട് ചേർന്ന് നിൽക്കും. ടോട്ടലി എന്താ പറയുക, റിവീലിംഗ് അല്ലാതെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട്, അതായത് ഡ്രേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നമ്മൾ ഈ സീസണിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പർദ്ദകളോടൊപ്പം അവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഹിജാബുകളും വിപണിയിലുണ്ട്. വ്യത്യസ്ത നിറത്തിലും ഡിസൈനിലുമാണ് ഹിജാബുകളും എത്തിയിരിക്കുന്നത്. അനാർക്കലി എക്സ്ട്രാ, അറ്റിഫ, മുംതാസ്, സെയ്ത്തുൽ തുടങ്ങി നീളുന്നു ഹിജാബുകൾ. കൂടാതെ കുട്ടികൾക്ക് ഇണങ്ങുന്ന പർദ്ദകളും വിപണിയിലെത്തിയിട്ടുണ്ട്. അതിലും പുതിയ ശീലുകൾ കാണാം. ക്യാമറമാൻ ജഷാദിനൊപ്പം നൈനു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹാദം
ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ റോഡിന് കുറുകെ സ്ഥാപിച്ച അപകടാവസ്ഥയിലുള്ള പരസ്യ കമാനങ്ങൾ നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ ഇതിനു മുകളിലെ കാലാവധി കഴിഞ്ഞ പരസ്യ ഫ്ലക്സുകൾ നീക്കി തുടങ്ങി. കോർപ്പറേഷൻ റവന്യൂ വിഭാഗം സഞ്ചരിക്കുന്ന ലിഫ്റ്റ് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. കാലപ്പഴക്കം കൊണ്ടും തുരുമ്പെടുത്തും അപകടാവസ്ഥയിലായ പരസ്യ കമാനങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഇതിനു മുകളിൽ സ്ഥാപിച്ച പരസ്യ ഫ്ലക്സുകൾ നഗരസഭ റവന്യൂ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നീക്കി തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ 5 കമാനങ്ങളിൽ നിന്നും പരസ്യങ്ങൾ നീക്കം ചെയ്തു. മാവൂർ റോഡ്, കല്ലായി റോഡ്, വട്ടംപൊയിൽ, പാവമണി റോഡ് എന്നിവിടങ്ങളിൽ റോഡിനു കുറുകെ സ്ഥാപിച്ച കൂറ്റൻ ഇരുമ്പ് കമാനങ്ങളിലെ പരസ്യങ്ങളാണ് നീക്കിയത്. ട്രാവലിംഗ് ലിഫ്റ്റുകൾ ഉപയോഗിച്ചാണ് കോർപ്പറേഷൻ അധികൃതർ പരസ്യങ്ങൾ പതിച്ച ഫ്ലക്സുകൾ പൊളിച്ചെടുത്തത്. ജില്ലയിൽ ഇത്തരത്തിൽ 15ഓളം പരസ്യ കമാനങ്ങളാണുള്ളത്. അടുത്ത ഘട്ടത്തിൽ അപകടാവസ്ഥയിലുള്ള കമാനങ്ങൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ടെൻഡർ വിളിക്കും. ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം എന്നിവിടങ്ങളിലെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുക്കുകയും ഷീറ്റുകൾ നിലം പതിക്കുകയും ചെയ്യുമെന്ന അവസ്ഥയിലാണ്. പരസ്യ ഫ്ലക്സുകൾ നീക്കിയപ്പോഴാണ് കമാനത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടത്. ഇവ ഉടൻ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബ്രസീലിൽ നിന്നും തിരിച്ചെത്തിയ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരായ കമാൽ വരദൂർ, പി ഗിരീഷ് കുമാർ എന്നിവർക്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി. ബ്രസീലിലെ അനുഭവങ്ങൾ ഇവർ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. ബ്രസീൽ ജനതയുടെ ഫുട്ബോൾ പ്രേമത്തിന്റെ സന്തോഷവും ദുഃഖവും കാണാൻ കഴിഞ്ഞു എന്നത് മറക്കാനാവാത്ത അനുഭവമാണെന്ന് ചന്ദ്രിക സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ പറഞ്ഞു. പോർച്ചുഗൽ ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും ബ്രസീലുകാർക്ക് അറിയില്ല എന്നത് ഏറെ വിഷമം സൃഷ്ടിച്ചു. കേരളം പോലെ പച്ചപ്പ് നിറഞ്ഞ നാടാണ് ബ്രസീൽ എന്നും കമാൽ വരദൂർ പറഞ്ഞു. നമ്മൾ ഇവിടെ കാണുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും, പ്ലാവും, മാവും, വാഴകളും, അതായത് ഒരു ശരിക്കും നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. അപ്പോൾ അവിടെ നമ്മൾ മെട്രോയിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് സ്റ്റേഡിയത്തിൽ എത്തിയത് എന്ന് അറിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം തിരക്കായിരുന്നു. അപ്പോൾ ആ ഓളത്തിൽ പെട്ടിട്ട് അപ്പോൾ അത്രയും ആവേശം, മഞ്ഞപ്പടയുടെ ഒരു ആവേശം തന്നെയായിരുന്നു. അതേ ആവേശം പിന്നീട് എല്ലാ വേദികളിലും കണ്ടു. പക്ഷേ നമ്മൾ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ആ ആവേശത്തിന്റെ ഏറ്റവും മോശമായ ഒരു സാഹചര്യവും. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രസീൽ ജർമ്മനിയോട് 7 ഗോളിന് തോൽക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഇവരുടെ ഏറ്റവും, അതായത് ബ്രസീലുകാർ എങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വേദനിക്കുന്ന ഒരു മുഖം. അപ്പൊ 2 എൻഡും കണ്ടു ബ്രസീൽ ഫുട്ബോളിന്റെ. അപ്പോൾ ഹോട്ടലുകളിൽ പോയപ്പോഴാണ് ഇംഗ്ലീഷ് എന്നത് ഒരക്ഷരം അവർക്കറിയില്ല. ഒരക്ഷരം എന്നുള്ളത് അതിശയോക്തിയല്ല, വിശേഷണമല്ല, വളരെ യാഥാർത്ഥ്യമാണ്. കോഴിക്കോടിനെ പോലെ സത്യസന്ധരായ ടാക്സിക്കാരാണ് ബ്രസീലിലുള്ളതെന്ന് മാതൃഭൂമി ലേഖകൻ പി ഗിരീഷ് കുമാർ പറഞ്ഞു. ബ്രസീലിലെ യാത്രകൾ മറക്കാനാവാത്ത അനുഭവമാണെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പോലെ തന്നെയാണെന്ന് പറയാൻ കാര്യം വേറൊന്നാണ്. ടാക്സിക്കാർ നമ്മളെ ഒരു കാര്യത്തും പറ്റിക്കില്ല. നമുക്ക് വഴി അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. നമുക്ക് പോകാനുള്ള സ്ഥലമേ അറിയുള്ളൂ. നമ്മളത് അതിന്റെ പോർച്ചുഗീസൊക്കെ ഇതിലിങ്ങനെ അടിച്ചു വെച്ചിട്ട് അവരെ കാണിച്ചാൽ അവർ കൃത്യമായി കൊണ്ടേയാക്കും. ഒരു പൈസ കൂടുതൽ വാങ്ങില്ല.
പക്ഷെ പൈസയൊക്കെ ഭയങ്കരമാണ്. നമ്മളൊരു ടാക്സിയിൽ കയറി ആയിരക്കണക്കിന് രൂപ കൊടുക്കണം. എങ്കിൽ കൂടെ പറ്റിക്കുന്ന പ്രസ്ഥാനം അവിടെ ഇല്ല. ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്വീകരണ യോഗത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി പി ഷെറീൻ അധ്യക്ഷം വഹിച്ചു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കശ്യപാശ്രമത്തിൽ മുറജപം നടക്കുകയാണ്. ഇത് രണ്ടാമത്തെ വർഷമാണ് കശ്യപാശ്രമം കുലപതി ആചാര്യ എം.ആർ. രാജേഷിന്റെ സാന്നിധ്യത്തിൽ മുറജപം നടക്കുന്നത്. മുറജപം വേദപാരായണത്തിന്റെ കേരളീയ രൂപമാണ്. കശ്യപാശ്രമത്തിൽ തുടർച്ചയായി ഇത് രണ്ടാമത്തെ വർഷമാണ് മുറജപം നടക്കുന്നത്. കശ്യപാശ്രമം കുലപതി ആചാര്യ എം.ആർ. രാജേഷിന്റെ നേതൃത്വത്തിലാണ് മുറജപ പാരായണം നടക്കുന്നത്. മുറജപം വേദപാരായണത്തിന്റെ കേരളീയ രൂപമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു കാലത്ത് വിപുലമായ രീതിയിൽ നടന്നിരുന്ന മുറജപം ശ്രോതാവിനെ കേൾക്കുന്ന മാത്രയിൽ പരിശുദ്ധനാക്കാൻ കഴിവുള്ള വേദമന്ത്രങ്ങളുടെ ക്രമികമായ പ്രയോഗങ്ങളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശബരിമലയിലും ക്ഷേത്ര ചൈതന്യത്തിനായി മുറജപം നടത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. ആദ്യം മുതൽ മുറജപത്തിൽ പങ്കെടുക്കുന്നവർക്ക് എണ്ണിയാലൊടുങ്ങാത്ത ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഋഷിമാർ പറയുന്നു. മുറജപത്തിന്റെ മുഖ്യപ്രസാദം ജപിച്ച നെയ്യാണ്. വേദജ്ഞർ ദർഭതൊട്ട് ജപിച്ച പശുവിൻ നെയ്യ് നിത്യവും കുളിച്ച് ശുദ്ധമായി നാമം ചൊല്ലി ഈശ്വരസ്മരണയോടെ ഒരു തുള്ളി വെറും വയറ്റിൽ കഴിക്കുന്നത് വിശേഷമായി കരുതുന്നു. ദർഭ തൊട്ട് മുമ്പിൽ തന്നെ ഉരുളിയിൽ നെയ്യ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ദർഭ തൊട്ട് ജപിക്കുന്ന ആ ജപിയാണ് അവസാന ദിവസം നാളെ അഷ്ടാവധാന സേവയോടുകൂടി അവസാനിക്കുന്ന മുറജപത്തിന്റെ സമയത്ത് ഈ ജപിച്ച നെയ്യ് കൊടുക്കും. ജൂലൈ 17 ആരംഭിച്ച മുറജപം 23 സമാപിക്കും. സങ്കല്പം, ആചാര്യവരണം, പുണ്യാഹവചനം, ഉദകശാന്തി, സമസ്ത വിഘ്ന നിവാരണ മന്ത്രജപം, ഋഗ്വേദ ഘനപാഠം, യജുർവേദ രുദ്ര ഘനപാഠം, കാർഷിക സമൃദ്ധിക്കുള്ള മന്ത്രങ്ങൾ, സന്താനപ്രാപ്തിക്കുള്ള മന്ത്രങ്ങൾ, യജ്ഞീയ മന്ത്രങ്ങൾ, രാഷ്ട്രോന്നതിക്കുള്ള മന്ത്രങ്ങൾ, കർമ്മദോഷ പരിഹാര മന്ത്രങ്ങൾ, സ്വാരസ്വത ഉച്ചാരണം ശുദ്ധമാക്കാനുള്ള മന്ത്രങ്ങൾ, വാസ്തുദോഷ പരിഹാര മന്ത്രങ്ങൾ, രാഷ്ട്രരക്ഷാ മന്ത്രങ്ങൾ, വിവാഹഭാഗ്യ മന്ത്രങ്ങൾ, ഉപനിഷത്ത് മന്ത്രങ്ങൾ എന്നിവ ഓതുന്നുണ്ട്. ആത്മപരതത്വ നിരൂപണം, സൃഷ്ടിവിജ്ഞാന മന്ത്രങ്ങൾ, അഷ്ടാവധാന സേവ എന്നിവയുമുണ്ട്. വേദങ്ങളെ സംരക്ഷിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കാനുമുള്ള കേരളത്തിലെ സ്ഥാപനമാണ് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ. കായിക താരങ്ങൾക്ക് ലോകോത്തര പരിശീലനം നൽകാനുള്ള ഭൗതിക സാഹചര്യം വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വടകര നാരായണ നഗറിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CK നാണു MLA അധ്യക്ഷം വഹിച്ചു. സ്കൂൾ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അതേ രീതിയിൽ മുന്നേറാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇവർക്ക് ലോകോത്തര പരിശീലനം നൽകാനുള്ള ഭൗതിക സാഹചര്യം വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വടകര നാരായണ നഗറിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗെയിംസിന്റെ ഒരുക്കങ്ങൾ കേരളത്തിൽ സജീവമായി നടന്നുവരികയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ദേശീയ ഗെയിംസിനെ നെഞ്ചിലേറ്റണം. 7 ജില്ലകളിലെ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദേശീയ ഗെയിംസിനായി ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 1050 കോടിയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. CK നാണു MLA അധ്യക്ഷം വഹിച്ചു. EK വിജയൻ MLA, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഈങ്ങോളി, നഗരസഭ വൈസ് ചെയർമാൻ KP ബാലൻ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ്, MP അഹമ്മദ്, പറമ്പത്ത് റിജു, T കേളു, പ്രൊഫസർ KK മുഹമ്മദ്, സോമൻ മുതുവന എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി സ്വാഗതം പറഞ്ഞു. 5 ഏക്കറിൽ പണിയുന്ന സ്റ്റേഡിയത്തിൽ ചെറിയ ഗാലറിയും വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ കോർട്ടുകളുമാണ് ആദ്യം പണിയുക. ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യത്തിന് പുറമെ ഭാവിയിൽ സിന്തറ്റിക് ട്രാക്ക് കൂടി ഉൾപ്പെടുത്തും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പണി ടെൻഡർ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുന്ന മുറയ്ക്ക് വലിയ ഗാലറിയും പാർക്കിംഗ് സൗകര്യവും സ്റ്റേഡിയത്തിന് പുറത്തും റോഡും പണിയാൻ ലക്ഷ്യമിടുന്നുണ്ട്. മണ്ണിട്ട് തറ നിരപ്പാക്കി കഴിഞ്ഞു. ഭാവിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയമാക്കാനാണ് പദ്ധതി. 5 വർഷം മുൻപ് MLA ഫണ്ടിൽ നിന്ന് 1/4 കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് പണി ടെൻഡറായപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു. 12 വർഷം മുൻപ് സായുടെ ധനസഹായത്തോടെ 7 ട്രാക്കുള്ള രാജ്യാന്തര സ്റ്റേഡിയം പണിയാനുള്ള ശ്രമവും ഉപേക്ഷിച്ചു. മൈതാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി പലപ്പോഴായി മണ്ണിടൽ നടന്നുവെന്നല്ലാതെ സ്റ്റേഡിയം നിർമ്മാണത്തിന് അനുമതിയായിരുന്നില്ല. വടകര പോലെ വോളിബോളിന്റെ ഈറ്റിലത്തിൽ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള കടമ്പകൾ കടന്നതിലെ സന്തോഷത്തിലാണ് ജനപ്രതിനിധികളും കായിക പ്രേമികളും. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും ചന്ദ്രനോടുള്ള കൗതുകങ്ങളുമെല്ലാം തുറന്നു കാണിച്ച് ഒരു ചാന്ദ്രയാൻ ദിനം കൂടി കടന്നുപോയി. കൊയിലാണ്ടിയിൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രയാൻ ദിനം ആഘോഷിച്ചു. AEO ജവഹർ മനോഹർ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രയാൻ ദിനം ആഘോഷിച്ചു.
കൊയിലാണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി AEO ജവഹർ മനോഹർ ഉദ്ഘാടനം ചെയ്തു. വയലാർ പാടിയിട്ടുണ്ട്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ഇനിയൊരു ജന്മം കൂടി. കേട്ടിട്ടുണ്ടോ നിങ്ങള്? നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. ഓമന അധ്യക്ഷം വഹിച്ചു. MG ബൽരാജ്, P. വത്സൻ, പ്രധാന അധ്യാപകൻ MN ചന്ദ്രൻ, PK. സുപ്രിയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി ചന്ദ്രനെ സംബന്ധിച്ചുള്ള പോസ്റ്ററുകളുടെ പ്രദർശനവും നടന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനാസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. ഒരു ഉത്സവമാക്കാം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഫറോക്ക് പോലീസും റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി നിയമ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പൊതുജനങ്ങളും നിയമവും വ്യവഹാരത്തിൽ അനുരഞ്ജനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളും നിയമവും വ്യവഹാരത്തിൽ അനുരഞ്ജനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഫറോക്ക് പോലീസും റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച നിയമ പരിജ്ഞാന ക്ലാസ് ഫറോക്ക് നല്ലൂർ റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി RL ബൈജു പൊതുജനങ്ങളും നിയമവും വ്യവഹാരത്തിൽ അനുരഞ്ജനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു അധ്യക്ഷം വഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ജനറൽ കൺവീനർ V. മോഹനൻ മാസ്റ്റർ, നല്ലളം ചെറുണൂർ CI KS ഷാജി, ഫറോക്ക് SI MT ജേക്കബ്, ഫറോക്ക് ASI T. രാധാകൃഷ്ണൻ, ഫറോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജല, ഫറോക്ക് പഞ്ചായത്ത് സാമൂഹ്യക്ഷേമകാര്യ ചെയർമാൻ മുരളി, ഫറോക്ക് പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ മലയിൽ സുകുമാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. KSRTC ദേശസാൽകൃത റൂട്ടുകൾ സംബന്ധിച്ച് 3 മാസത്തിനുള്ളിൽ പാക്കേജ് തയ്യാറാക്കുന്നതിന് KSRTC MDയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതിനായി 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. വടകരയിൽ സ്റ്റേഡിയം ശിലാസ്ഥാപനത്തിനെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു. മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വടകരയിൽ സ്റ്റേഡിയം ശിലാസ്ഥാപനത്തിനെത്തിയ അദ്ദേഹം റെസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇങ്ങനെ പറഞ്ഞത്. താങ്കൾ സ്പീക്കർ ആവുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSRTC ദേശസാൽകൃത റൂട്ടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ LDF സർക്കാരിന്റെ തീരുമാനമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ഒന്നും സംസാരിക്കാത്തവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2018-നകം 241 റൂട്ടുകളിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് കോടതി വിധിയുള്ളത്. അതിൽ 95 റൂട്ടുകൾ സംബന്ധിച്ച് തീരുമാനമാവുകയും 42 ഏറ്റെടുക്കുകയും ചെയ്തു. 3 മാസത്തിനുള്ളിൽ ഇതു സംബന്ധിച്ച് പാക്കേജ് തയ്യാറാക്കുന്നതിന് KSRTC MDയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി 3-അംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. KSRTCക്ക് താങ്ങാവുന്ന റൂട്ടുകളെ ഏറ്റെടുക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു.
വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബേപ്പൂർ സാഗരസരണി സ്വാതന്ത്ര്യം സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ 6ാമത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കൗൺസിലർ പി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. കെ രാംദാസൻ, കുഞ്ഞിക്കോയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അറിയിപ്പുകൾ. ജില്ലാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടപ്പാക്കുന്ന പക്ഷാഘാത ബാധിതർക്കുള്ള പുനർനവ ചികിത്സ ലഭിക്കാൻ താൽപര്യമുള്ളവർ ജൂലൈ 30 രാവിലെ 9 മണിക്ക് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് DMO ഡോക്ടർ VM സാലി അറിയിച്ചു. ഫോൺ 9447311475. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ 400 രൂപ പ്രതിദിന വേതനത്തിൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 23 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ എത്തണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതി വിരുദ്ധ ജനകീയ സമരപന്തൽ ആക്രമിച്ച കേസിൽ 4 DYFI പ്രവർത്തകർ പോലീസിൽ കീഴടങ്ങി. ടൂറിസം രംഗത്ത് കൊയിലാണ്ടി കുതിപ്പിലേക്ക്. ബീച്ച് ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി കെ ദാസൻ MLA. കുടിവെള്ളം നിഷേധിച്ച അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ റോഡിൽ കുടം നിരത്തി വീട്ടമ്മമാർ പ്രതിഷേധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.